ഹായ് ഗായ്സ്, പുതിയ ഒരു വീഡിയോയും കൂടെ ഗോൾഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഗോൾഡ് പല രൂപത്തിൽ പല ഡിസൈൻസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു കസേരയാണ്. അപ്പോൾ ആ കസേരയിലെ കുറച്ച് കാർവിങ് ഡിസൈൻസിൽ ഗോൾഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും അത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അങ്ങനെ പലതവണ കണ്ട് മനസ്സിലാക്കിയ ശേഷം നമുക്കുണ്ടാകുന്ന കുറേ സംശയങ്ങളുണ്ടാകും. മനസ്സിൽ നമുക്ക് സ്വയമേ ഓരോ ആൾക്കാർക്കും ഇതിനോട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കുറേ സംശയങ്ങളൊക്കെ രൂപപ്പെടും. ആ സമയത്ത് ഓരോരോ സംശയങ്ങളായിട്ട് ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ കമൻറ്റിൻ്റെ കൂടെ സ്വന്തം വാട്സപ്പ് നമ്പർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് വാട്സപ്പിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ചാനലിൽ ആഡ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് തിരക്കുള്ള സമയത്തായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കോളുകൾ വരുമോ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുമോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാനോ സമയത്ത് റീപ്ലൈ ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ സ്വന്തം വാട്സപ്പ് നമ്പർ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും അപ്പോൾ തന്നെ മറുപടി കിട്ടിയില്ലെങ്കിൽ കൂടിയും അധികം താമസിക്കാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. കാരണം എൻ്റെ ജോലി അത്തരത്തിലുള്ളതാണ്. എനിക്ക് പല സമയങ്ങളിലും സ്വന്തം ഫോൺ ഉപയോഗിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഫോണൊന്ന് നോക്കാനോ ഒക്കെ സമയം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലും ആയിരിക്കും ഞാനിതിനുള്ള മറുപടി തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ നിങ്ങൾ വിളിച്ചാലോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താലോ ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. അപ്പം സ്വന്തം നമ്പർ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംവദിക്കാൻ സാധിക്കും. മെയിനായിട്ട് വേണ്ടത് നമ്മളിത് കുറേ കണ്ട് നമ്മൾ മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കുക. കാണും തോറും നമുക്ക് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതനുസരിച്ചാണ് നമ്മൾ പിന്നെ അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ രൂപപ്പെടുന്നത്. ആ രൂപപ്പെടുന്ന സംശയങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഇത് വാട്ടർ ബേസ്ഡ് ഗ്ലൂ ആണ് ഇപ്പോൾ ഞാൻ ഈ കസേരയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പല രൂപത്തിലുണ്ട്. വാട്ടർ ബേസ്ഡ് ഗ്ലൂ, അതുപോലെ തന്നെ ഓയിൽ ബേസ്ഡ് ഗ്ലൂ ഉണ്ട്. അപ്പം നമുക്ക് ക്ലാരിറ്റി നമ്മളിത് ഉപയോഗിക്കുന്ന അതായത് ഗ്ലൂ എങ്ങനെയാണോ ഉപയോഗിക്കുന്ന ആ ഗ്ലൂവിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, കണ്ട് മനസ്സിലാക്കുക സംശയങ്ങൾ. അപ്പം ഈ ഇടഭാഗത്തൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കാൻ തക്കതായ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളതായത് ആ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിലേക്ക് നമ്മൾ ഗോൾഡ് എടുത്ത് വയ്ക്കുന്നു. അത് റിപ്പീറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ വലിയ ഡിസൈനും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കാണാനുണ്ടാകും. ഇതിപ്പം ചെറിയ ഡിസൈനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നിങ്ങൾ കാണുക. ഞാനിതിൻ്റെ വ്യത്യാസങ്ങളും അനുസരിച്ച് അതായത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി തരേണ്ടതായ സാഹചര്യം വരുന്ന സ്ഥലത്ത് ഞാൻ അവിടെ സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക.
അപ്പോൾ എനിക്കതിൻ്റെ മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല, സാധിച്ചില്ല, ഭയങ്കര തിരക്കായിപ്പോയി. അടുത്തത് മറ്റൊരു ചെയറാണ്. ഇതും ഒരു VVIP ചെയർ തന്നെയാണ്. ഇതിൻ്റെയും ഓൾറെഡി ഗോൾഡ് ഒട്ടിച്ച് അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ തടിയിൽ നമ്മുടെ ഡിസൈനിന് പുറത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഗ്ലൂ പറ്റിപ്പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ ഗോൾഡ് മൈന്യൂട്ടാണല്ലോ. അപ്പോൾ ഈ മൈന്യൂട്ടായ ഗോൾഡ് അതിലേക്കൊക്കെ പോയി പറ്റിപ്പിടിച്ച് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മളൊരു ചെറിയ പഞ്ഞിയുടെ ഒരു ചെറിയ കഷ്ണം ഉപയോഗിച്ച് നമ്മുടെ പല്ല് കുത്താൻ ഉപയോഗിക്കുന്ന ടൂത്ത് പീക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് വൃത്തിയാക്കുന്നത്. അങ്ങനെ നല്ല വൃത്തിയാക്കി നമ്മൾ എല്ലാം മാറ്റും. ഒരു അല്പം തിന്നർ ഉപയോഗിച്ചിട്ടാണത് ആ ഗോൾഡ് ഇളക്കി കളയുന്നത്, അല്ലാതെ ഗോൾഡ് പോവില്ല. അപ്പോൾ അതെല്ലാം ഇളക്കി എല്ലാം വൃത്തിയാക്കിയിട്ടാണ് നമ്മളിത് ഫൈനലായിട്ട് പിന്നെ പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് മുന്നോട്ട് കൂടുതൽ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർത്തിയാകാണ്. അടുത്ത വീഡിയോയിൽ ഇതിലെ പോരാഴികൾ എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി നമുക്ക് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.